മത്സ്യവുമായി പോകുന്ന വാഹനങ്ങൾ മലിനജലം റോഡിലേക്ക് പുറന്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു. ജില്ലയിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ വകുപ്പ് നടപടിയെടുത്തു. എന്നാൽ മലിനജലം ഒഴുക്കുന്നത് ഹ്രസ്വദൂര മത്സ്യ വ്യാപാര വാഹനങ്ങൾ അല്ല എന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ദീർഘദൂര വാഹനങ്ങളാണെന്നും ഇവയിൽ പരിശോധന നടത്തി നടപടി എടുക്കുകയാണ് വേണ്ടതെന്നും മത്സ്യവ്യാപാരികൾ പറയുന്നു. ഹാർബറുകളിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്കുള്ള മൊത്തവ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മത്സ്യവുമായി പോകുന്ന വാഹനങ്ങൾക്ക് മേലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മത്സ്യങ്ങളുമായി പോകുന്ന വാഹനങ്ങളിൽ നിന്നും വെള്ളം റോഡിലേക്ക് പുറന്തള്ളുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2017 ഇത് സംബന്ധിച്ച സർക്കുലർ ആദ്യമായി പുറത്തിറക്കിയത്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മത്സ്യവുമായി പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് 8 വാഹനങ്ങൾക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. നിയമം സംബന്ധിച്ച വിശദാംശങ്ങൾ കോതമംഗലം ജോയിന്റ് RTO വ്യക്തമാക്കി. അത് നമ്മളത് മറ്റേ ചെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അത് പരിശോധിക്കുന്നുണ്ട്. അത് നമുക്കൊരു പരാതി നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷനൊക്കെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു നിർദ്ദേശമാണ് അത്. അതായത് ഇങ്ങനെയുള്ള ഫിഷ് കൊണ്ടുപോകുമ്പോൾ അത് ഐസിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഐസിൻ്റെ ഈ പറയുന്ന മീനിൻ്റെ നാറ്റുള്ള വെള്ളവും ഈ ഐസിൽ നിന്ന് പറഞ്ഞ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അവർ താഴെ ഒരു ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇത് പിടിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് നിർത്തിയതിന് ശേഷം ഇത് ഏതെങ്കിലും വിജനമായ എവിടെയെങ്കിലും സ്ഥലത്ത് ഇത് കളയാൻ പറ്റുന്ന സ്ഥലത്ത് തുറന്നു കളയണമെന്നാണ് കണക്ക്. എന്നാൽ വ്യാപാരികളുടെയും വാഹനം ഉടമകളുടെയും അഭിപ്രായം നേരെ മറിച്ചാണ്. വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ടാങ്കുകളിൽ നിന്നും ഐസ് ഉരുകുന്ന വെള്ളം വിജനമായ പ്രദേശത്ത് ഒഴുക്കിക്കളയണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഒരു രീതിയിലും പ്രായോഗികമല്ല. ഇതും പരിസര മലിനീകരണത്തിന് കാരണമാക്കും. മാത്രവുമല്ല, പഴകിയ മത്സ്യം കൊണ്ടുപോകുമ്പോൾ മാത്രമേ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെടുകയുള്ളൂ എന്നും ഇത്തരത്തിൽ പഴയ മത്സ്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇതര സംസ്ഥാന രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളാണെന്നും ദീർഘദൂര വിപണികൾ ലക്ഷ്യമാക്കി പോകുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ പഴക്കം ചെന്ന മത്സ്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്നും ശേഖരിക്കുന്ന മത്സ്യം തൊട്ടടുത്ത ജില്ലകളിൽ തന്നെയുള്ള മാർക്കറ്റുകളിൽ എത്തിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. പരമാവധി 5 മണിക്കൂറിൽ കൂടുതൽ മത്സ്യം വാഹനത്തിനുള്ളിൽ സൂക്ഷിക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാകാറില്ല. ഐസുരുകുമ്പോൾ ഒഴുകുന്ന വെള്ളം മലിനജലമായി കണക്കാക്കാൻ സാധിക്കുമോ എന്ന സംശയം വ്യാപാരികൾ ഉയർത്തുന്നു. സംസ്ഥാനത്തിനകത്തുള്ള ഹ്രസ്വദൂര സർവീസുകളെ പ്രതിസന്ധിയിലാക്കാതെ ദീർഘദൂര മത്സ്യ വ്യാപാര സർവീസുകളിൽ ഗുണനിലവാര പരിശോധന കർശനമാക്കുകയാണ് വേണ്ടതെന്നും വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.